Hi, hello, welcome back to yet another video of Wisdom and Wonders. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ചാപ്റ്റർ 2 മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ്. മൂവിങ് ഓൺ ടു അവർ വീഡിയോ. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആണ് നാനോ മെറ്റീരിയൽസ്. Nano materials are the materials whose characteristic length scale lies within the nanometric range, that is 1 to 100 nanometer, at least in one dimension. നമുക്കറിയാം നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൈസ് നാനോ ആയിരിക്കും. ഇറ്റ് മീൻസ് അടുത്ത സെന്റൻസ് പറയുന്നത് ദ വേർഡ് നാനോ ഹാസ് ദ ഒറിജിൻ ഫ്രം ദ ഗ്രീക്ക് മീനിങ് ഡ്വാഫ്. നാനോ എന്ന് പറഞ്ഞാൽ ഡ്വാഫ്, ഏറ്റവും കുഞ്ഞ്, മൈന്യൂട്ട് അല്ലെങ്കിൽ ഫൈൻ പാർട്ടിക്കിൾസ്. നാനോ മെറ്റീരിയൽസ് ആർ ദ മെറ്റീരിയൽസ് whose characteristic length scale lies within the nanometric range in any one of the dimensions. at least ഒരു ഡയമെൻഷൻ, നമുക്കറിയാം 3 ഡയമെൻഷനാണ് നമുക്കുള്ളത്. എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഉണ്ട്. ഈ 3 ആക്സിസിൽ ഏതെങ്കിലും ഒരു ഡയമെൻഷനിലെങ്കിലും അതിൻ്റെ ലെങ്ത്, ഒരു മെറ്റീരിയലിൻ്റെ ലെങ്ത് നാനോമെട്രിക് റേഞ്ചിൽ, അതായത് 1 to 100 നാനോമീറ്ററിലെ റേഞ്ചിലാണ് വരുന്നതെങ്കിൽ അതിനെ, ആ മെറ്റീരിയലിനെ നമുക്ക് നാനോ മെറ്റീരിയൽസ് എന്ന് വിളിക്കാം. നാനോ മെറ്റീരിയൽസ് രണ്ട് തരത്തിലാണ് ഉള്ളത്. നാച്ചുറലി ഒക്കറിംഗും ഉണ്ട്, ഇൻസിഡൻറ്റൽ ബൈ പ്രൊഡക്ട്സ് ഓഫ് കമ്പഷൻ പ്രോസസ്സ്, കമ്പഷൻ റിയാക്ഷൻ്റെയൊക്കെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന നാനോ മെറ്റീരിയൽസും ഉണ്ട്. നാച്ചുറലി ഒക്കറിംഗ് നാനോ മെറ്റീരിയൽസ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. നാച്ചുറലി ഒക്കറിംഗിൻ്റെ എക്സാമ്പിൾ ആണ് വോൾക്കാനിക് ആഷ്, സൂട്ട് ഫ്രം ഫോറസ്റ്റ് ഫയർസ് എക്സെട്ര. ആഷ്. ആൻഡ് ഇൻസിഡൻ്റൽ ബൈ പ്രൊഡക്ട്സ് ഓഫ് കമ്പഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വെൽഡിങ്, ഡീസൽ എൻജിൻസ്, അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ഇനി അവരുടെ നാനോ മെറ്റീരിയൽസിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ആർ ഹെറ്ററോജീനിയസ് ആണ്. ഹെറ്ററോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കമ്പോണൻസ് മിക്സപ്പ് ചെയ്ത് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ 2 or more കമ്പോണൻസ് മിക്സപ്പ് ചെയ്ത് ഉണ്ടാവുന്ന ഒരു മെറ്റീരിയൽ. അവർ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണെങ്കിൽ പോലും അവരുടെ കോമ്പോസിറ്റ് മെറ്റീരിയൽസിലുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള കോമ്പോസിഷൻ ഈസ് ഹെറ്ററോജീനിയസ് ആണ്. ഹെറ്ററോജീനിയസ് ആണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ, ദേ ആർ അൾട്രാ ഫൈൻ പാർട്ടിക്കിൾസ്. അതർ നെയിം ഓഫ് നാനോ മെറ്റീരിയൽസ് ആർ അൾട്രാ ഫൈൻ പാർട്ടിക്കിൾസ്. Engineered nanomaterials are intentionally produced and designed with very specific properties related to shape, size, surface properties and chemistry. These properties are reflected in aerosols. ഏതൊക്കെ ഫീൽഡ്സിൽ? aerosols, colloids or powders. And the behavior of the nanomaterials may depend on the surface area than the particle composition itself. നാനോമെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ബിഹേവിയർ അല്ലെങ്കിൽ നേച്ചർ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓൺ ദ സർഫസ് ഏരിയ ദാൻ ദ മെറ്റീരിയൽ കമ്പോസിഷൻ. എന്ത് വെച്ചാണോ നിർമ്മിച്ചേക്കുന്നതിനേക്കാൾ ഉപരി അതിന്റെ സർഫസ് ഏരിയനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. The two important factors cause the properties of the nanomaterials differ slightly significantly from other materials. ബാക്കിയുള്ള മെറ്റീരിയൽസിൽ നിന്നും മാറ്റി നിർത്തുന്ന രണ്ട് പ്രോപ്പർട്ടീസ്, നാനോ മെറ്റീരിയൽസിനെ എടുത്തു നിർത്തുന്ന രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഇൻക്രീസ്ഡ് റിലേറ്റീവ് സർഫസ് ഏരിയ ആൻഡ് ക്വാണ്ടം എഫക്ട്സ്. ഏതൊക്കെ പോയിന്റ്സ്? ഇൻക്രീസ്ഡ് റിലേറ്റീവ് സർഫസ് ഏരിയ ആൻഡ് ക്വാണ്ടം എഫക്ട്സ്. These factors can change or enhance the properties such as reactivity, strength and electrical characteristics. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പാർട്ടിക്കിളിന്റെ സൈസ് കുറയുമ്പോൾ അതിന്റെ ആറ്റംസ് അല്ലെങ്കിൽ അതിലുള്ള കോമ്പോസിറ്റ് മെറ്റീരിയൽസ് എല്ലാം സർഫസിൽ പോയി ആയിരിക്കും ഒക്കുപ്പൈ ആവുന്നത്. അകത്ത് അതിന്റെ ഇന്റീരിയർ പാർട്ടിലുള്ളതിനേക്കാൾ കൂടുതലും സർഫസിലായിരിക്കും ഉള്ളത്. ഈ സർഫസിലുള്ള കൂടുതലിരിക്കുന്ന പാർട്ടിക്കിൾസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര റിയാക്റ്റീവ് ആയിരിക്കും. അവർ ഭയങ്കര റിയാക്റ്റീവ് ആയിരിക്കും. the strength is much more and the electrical characteristics also depends on the materials which are present on the surface. അങ്ങനെയാണ് ഈ മൂന്ന് പ്രോപ്പർട്ടീസിനെ അത് അഫക്റ്റ് ചെയ്യുന്നത്. And an example ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. A material of size 30 nanometer has 5% of its atoms on its surface. ഒരു 10 നാനോമീറ്റർ ഉള്ളതിനാണെങ്കിൽ 20%. As the size decreases, the amount of percentage അല്ലെങ്കിൽ percentage amount of atoms present on the surface increases. They are inversely proportional. അപ്പോൾ അവർ more reactive ആയിരിക്കും, they are of more strength and their electrical characteristics powerful ആയിരിക്കും. And thus nanomaterials have a much greater surface area per unit mass compared with larger particles. As the growth and catalytic chemical reactions occur at the surfaces, at the surface, this means that a given mass of material in nanoparticulate form will be much more reactive than same mass of material made up of larger particles. ഞാൻ ഒരു നാനോ മെറ്റീരിയൽ എടുക്കുന്നു, ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മാസ് ഉള്ള, അതുപോലെ തന്നെ വേറൊരു പാർട്ടിക്കിൾ എടുക്കുന്നു, അതും സെയിം മാസ് ഉള്ള. അങ്ങനെ എടുക്കുമ്പോഴും നാനോ മെറ്റീരിയൽസ് ആയിരിക്കും മോർ റിയാക്റ്റീവ്. നാനോ മെറ്റീരിയൽ ഓഫ് സെയിം മാസ് ആണെങ്കിൽ പോലും, ബിക്കോസ് ദേ ആർ മോർ റിയാക്റ്റീവ് ആണുള്ള കാര്യം ഞാൻ പറഞ്ഞു.
increased surface area കൂടുന്നതിനനുസരിച്ച് more particles will occupy at the surface and they will be more reactive, and that's a reason. സോ അടുത്തത് ക്ലാസിഫിക്കേഷൻ ആണ്. നാനോ മെറ്റീരിയൽസ് പല രീതി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നടത്തിയേക്കുന്ന രണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡയമെൻഷനും ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസും ആണ്. സോ നമ്മുടെ ആദ്യത്തേതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡയമെൻഷൻ. സോ classification ചെയ്തേക്കുന്നത് this is a classification based on the number of dimensions which are not confined to the nanoscale range, that less than 100 nanometer, based on the number of dimensions which are not confined to the nanoscale range. അതായത് നമുക്കറിയാം 3 ഡയമെൻഷൻ ഉള്ളത്, എക്സ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഉണ്ട്. ഈ 3 ഡയമെൻഷനിലും ഏത് ഡയമെൻഷനിലാണ് നാനോമെട്രിക് റേഞ്ചിൽ വരാത്തത്, അതിന്റെ സൈസ് നാനോമെട്രിക് റേഞ്ചിൽ വരാത്തത് എന്നതിന്റെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയേക്കുന്നത്. സോ ഫസ്റ്റ് സീറോ ഡയമെൻഷൻ ആണ്. സീറോ ഡയമെൻഷനിലെ എല്ലാം നാനോമെട്രിക് റേഞ്ചിലാണ്, അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും നാനോമെട്രിക് റേഞ്ചിലാണ്. എക്സാമ്പിൾ നാനോ പാർട്ടിക്കിൾസ്. ഇനി വൺ ഡയമെൻഷൻ. 1D എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ one of the dimension is outside the nanometric range and the other two are within the nanometric range. Example nanowires, fibers and tubes. Examples important ആണ്, സോ അത് പഠിക്കണം. ആൻഡ് ഇവിടെ ഈ കേസ് വൺ ഡയമെൻഷന്റെ കേസ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഡയമെൻഷൻ മാത്രം നാനോമെട്രിക് സ്കെയിലിന് വെളിയിലും ബാക്കി രണ്ട് ഡയമെൻഷൻ, ഇറ്റ് ക്യാൻ ബി എക്സ് ആക്സിസോ വൈ ആക്സിസോ ഡിസൈഡ് ആക്സിസ്, ഏതോ ഒരു ഡയമെൻഷനിലുള്ള അതിന്റെ സൈസ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് നാനോമെട്രിക് റേഞ്ചിന് വെളിയിലാണ്, നാനോമെട്രിക് റേഞ്ചിനേക്കാൾ കൂടുതലാണ്. ഇനി 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അവിടെ 2 ഡയമെൻഷൻ ആണ് നാനോമെട്രിക് റേഞ്ചിൽ വരാത്തത്. അവിടെ അപ്പം ഒറ്റ ഒരെണ്ണേ ഉള്ളൂ നാനോമെട്രിക് റേഞ്ചിൽ വരുന്നത്. 2 ഡയമെൻഷനിൽ 2 ഡയമെൻഷൻ നാനോമെട്രിക് റേഞ്ചിന് വെളിയിലാണ്. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ പേര് കേൾക്കുമ്പോഴത്തേന് പെട്ടെന്ന് 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ കേൾക്കുമ്പോൾ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, 1 ഡയമെൻഷനിൽ ഒരെണ്ണേ ഉള്ളൂ നാനോമെട്രിക് റേഞ്ചിൽ എന്ന് നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു പോകും. പക്ഷെ അങ്ങനല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. 1 ഡയമെൻഷനിൽ ഒറ്റൊരു ഡയമെൻഷൻ മാത്രമേ നാനോമെട്രിക് റേഞ്ചിന് പുറത്തുള്ളൂ. 2 ഡയമെൻഷനിൽ 2 ഡയമെൻഷൻസ് ആണ് നാനോമെട്രിക് റേഞ്ചിന് വെളിയിൽ വരുന്നത്. 3 ഡയമെൻഷനിൽ 3 വെളിയിലാണ്. 0 ഡയമെൻഷനിൽ മാത്രമേ എല്ലാ നാനോമെട്രിക് സ്കെയിലിൽ വരുന്നുള്ളൂ. 3 ഡയമെൻഷൻ എക്സാമ്പിൾ ആണ് bundles of nanowires and tubes, multi nano layers. So അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ based on materials. So ഫസ്റ്റ് വൺ കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ് ആണ്. കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ പ്യുവർ കാർബൺ ആയിരിക്കും അതിന്റെ നാനോ കമ്പോണന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാർബൺ വെച്ചിട്ടായിരിക്കാം ആ മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദീസ് ആർ ഡിഫൈൻഡ് ആസ് മെറ്റീരിയൽസ് ഇൻ വിച്ച് ദ നാനോ കമ്പോണന്റ് ഇസ് പ്യുവർ carbon. Example carbon nanotubes, wires, spheres and graphene. അടുത്തതാണ് മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ്. മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു മെറ്റാലിക് കമ്പോണന്റ് അതിലുണ്ട്, നമുക്ക് ആ പേരിൽ നിന്ന് മനസ്സിലാവും. സോ നമുക്ക് എന്നാ നോക്കാം. മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ് ആർ ദ മെറ്റീരിയൽസ് മെയ്ഡ് ഓഫ് മെറ്റാലിക് നാനോ പാർട്ടിക്കിൾസ് ലൈക്ക് കാർബൺ നാനോ പാർട്ടിക്കിൾസ്, കാർബൺ ബേസ്ഡ് നാനോ പാർട്ടിക്കിൾസ്. മെറ്റൽ ബേസ്ഡ് നാനോ പാർട്ടിക്കിൾസ് എന്ത് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? മെറ്റാലിക് നാനോ പാർട്ടിക്കിൾസ് വെച്ചിട്ട്. എക്സാമ്പിൾ ലൈക്ക് ഗോൾഡ്, സിൽവർ, മെറ്റൽ ഓക്സൈഡ്സ് എക്സെട്ര. ആൻഡ് എക്സാമ്പിൾ വരുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. ഈ എല്ലാത്തിൻ്റെയും എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. നാനോ കോമ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ കോമ്പോസിറ്റ് നാനോ മെറ്റീരിയൽസ് contain a mixture of simple nanoparticles or compounds such as nano-sized clays within a bulk material. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ നാനോ പാർട്ടിക്കിൾ, നാനോ കോമ്പോസിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേന് ഇറ്റ്സ് എ കോമ്പോസിഷൻ ഓഫ് രണ്ട് സാധനങ്ങളുടെ കോമ്പോസിഷൻ ആണ് അവിടെ നടക്കുന്നത്. ഒന്ന് നാനോ പാർട്ടിക്കിളും രണ്ടാമത്തേത് ഒരു ബൾക്ക് മെറ്റീരിയലും. നാനോ പാർട്ടിക്കിൾസും ബൾക്ക് മെറ്റീരിയലും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു ഇതാണ് കോമ്പോസിറ്റ് നാനോ മെറ്റീരിയൽസ്. രണ്ട് കോമ്പോസിഷൻ ആണ് അവിടെ വരുന്നത്. It contains a mixture of simple nanoparticles within a bulk material. And the nanoparticles gives better physical, mechanical or chemical properties to the initial bulk material. ആ ബൾക്ക് മെറ്റീരിയലിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെക്കാനിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ കൂട്ടുവാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാനോ പാർട്ടിക്കിൾസ് അതിലേക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നാനോ പാർട്ടിക്കിൾസിന്റെ ഫീച്ചേഴ്സും അതിൽ വരും. and it gives better physical, mechanical and chemical properties to the initial bulk material. ഇനീഷ്യൽ ഉണ്ടായിരുന്ന ബൾക്ക് മെറ്റീരിയലിന്റെ ഫിസിക്കലും കെമിക്കലും മെക്കാനിക്കലും ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ കൂടുതൽ ഡെവലപ്പ് ആക്കും അല്ലെങ്കിൽ കൂടുതൽ ബെറ്റർ ആക്കും.
And nanopolymers or detrimers. Detrimers എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് ലൈക്ക് സ്ട്രക്ചർ എന്നാ. ഡെഡ്രിമേഴ്സ് എന്നുള്ള ആ വേർഡിന്റെ മീനിങ് ഒരു ബ്രാഞ്ച് ലൈക്ക് അല്ലെങ്കിൽ ട്രീ ലൈക്ക് സ്ട്രക്ചർ എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. സോ അപ്പോൾ നമുക്കത് അറിയാം. Detrimers are nano-sized polymers built from branched units. നെയിമിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ആൻഡ് ദീസ് ആർ tree like molecules with defined cavities. അവർക്കൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള cavities ഉണ്ട്. ബ്രാഞ്ചസ് ട്രീ ലൈക്ക് ബ്രാഞ്ചസ് ആണ്, ട്രീ ലൈക്ക് മോളിക്യൂൾസ് ആണ് വിച്ച് ഇസ് ഹാവിങ് സം ബ്രാഞ്ചസ് ആൻഡ് അവർക്ക് ഒരു cavities ഉണ്ട്. സോ ആ ക്യാവിറ്റിക്ക് അപ്പം ഒരു ഫംഗ്ഷൻ കാണും. So they can be functionalized at the surface and can hide the molecules in their cavity. So നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്ന മോളിക്യൂൾസിനെ ക്യാവിറ്റീസിനകത്ത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും, ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും മോളിക്യൂൾസിനെ. സോ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഡെഡ്രിമേഴ്സ് ഇസ് ഫോർ ഡ്രഗ് ഡെലിവറി. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രഗ് ഡെലിവറിക്കാണ് നമ്മൾ നാനോ പോളിമേഴ്സ് അല്ലെങ്കിൽ ഡെഡ്രിമേഴ്സ് യൂസ് ചെയ്യുന്നത്. And the last one is biological nanomaterials. Biological എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന് എന്തോ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒറിജിൻ ഉണ്ടെന്ന് അറിയാൻ പറ്റും. So these nanomaterials are of biological origin and are used for nanotechnological applications. ഏത് ഫീൽഡിലാണ് യൂസ് ചെയ്യുന്നത്? Nanotechnological applications. The important feature of these particles are അതിന്റെ രണ്ട് ഫീച്ചർ ആണ് ഈ ബയോളജിക്കൽ നാനോമെറ്റീരിയൽസിന് വരുന്നത്. ഒന്ന് സെൽഫ് അസംബ്ലി പ്രോപ്പർട്ടീസ്. സെൽഫ് അസംബ്ലി പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്താ, അതിന് തന്നെ ഒരു സെൽഫായിട്ട് ഓട്ടോമാറ്റിക്കലി ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ദംസെൽസ് ഐ മീൻ അവർക്ക് തന്നെ അവരെ തന്നെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും ഇൻടു വെൽ ഡിഫൈൻഡ് സ്ട്രക്ചേഴ്സ്. ഒരു വെൽ ഡിഫൈൻഡ് സ്ട്രക്ചറിലേക്ക് അവരെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ആരുടെയും സഹായമോ കൺട്രോളോ ഒന്നും ഇല്ലാതെ അവർക്ക് അവരെ തന്നെ ഒരു വെൽ ഡിഫൈൻഡ് ലെവൽ പർട്ടിക്കുലർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റാൻ പറ്റും. ഏതിനാ? ബയോളജിക്കൽ നാനോ മെറ്റീരിയൽസിന്. ആ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് സെൽഫ് അസംബ്ലി പ്രോപ്പർട്ടീസ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്പെസിഫിക് മോളിക്കുലർ റെക്കഗ്നീഷൻ. സ്പെസിഫിക് മോളിക്കുലർ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെലക്റ്റീവ് ഓരോ മോളിക്യൂൾസിനെയും അല്ലെങ്കിൽ ഓരോ കോമ്പോണൻസിനെയും അവർ സെലക്റ്റീവ്ലി ഐഡന്റിഫൈ ചെയ്യും. സെലക്റ്റീവ്ലി ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുമായിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കും. ഒരു ടാർഗറ്റ്, നമുക്കൊരു ഫൈനൽ ഒരു നാനോമെറ്റീരിയൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഒരു മോളിക്യൂളിനെ സെലക്ട് ചെയ്യും, എന്നിട്ട് അവരുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് പുതിയൊരു നാനോ മെറ്റീരിയൽ ഉണ്ടാവും. സോ സ്പെസിഫിക് മോളിക്കുലർ റെക്കഗ്നീഷൻ ആണ്. എക്സാമ്പിൾ ആണ് DNA നാനോ മെറ്റീരിയൽസ്, നാനോ പാർട്ടിക്കിൾസ്, നാനോ സ്ട്രക്ചേർഡ് പെപ്റ്റൈഡ്സ്. വേരിയസ് സെൽഫ് അസംബിൾഡ് പെപ്റ്റൈഡ് സ്ട്രക്ചേഴ്സ് ക്യാൻ ബി ഡിസൈൻ ടു റിലീസ് കോമ്പൗണ്ട്സ് അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻസ് ആൻഡ് ആർ യൂസ്ഡ് ഇൻ ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ്. ഇവിടും ഡ്രഗ് ഡെലിവറി ഉണ്ട്. പക്ഷെ ഡ്രഗ് ഡെലിവറിയുടെ ഏറ്റവും അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നാനോ പോളിമേഴ്സ് അല്ലെങ്കിൽ ഡെഡ്രിമേഴ്സ് ആണ്. സോ ആദ്യം പറഞ്ഞത് എന്താണ് നാനോ മെറ്റീരിയൽസ് എന്നാണ്. നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അവരുടെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ഏതെങ്കിലും ഒരു ഡയമെൻഷനിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇൻ 1 ഡയമെൻഷനിലെങ്കിലും നാനോമെട്രിക് സ്കെയിലായിരിക്കും. അത് കഴിഞ്ഞ് പറഞ്ഞു രണ്ട് തരത്തിലുണ്ട്, നാച്ചുറലി ഉണ്ട് അല്ലെങ്കിൽ ഇൻസിഡന്റലി ബൈ പ്രൊഡക്ട്സ് ഓഫ് കമ്പഷൻ പ്രോസസ് എന്ന് പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. അത് ഞാൻ രണ്ട് ഫീച്ചേഴ്സ് പറഞ്ഞു, ഹെട്രോജീനിയസും ആണ്, അതുപോലെ തന്നെ അവരുടെ മറ്റൊരു പേരാണ് അൾട്രാ ഫൈൻ പാർട്ടിക്കിൾസ് എന്ന്. പിന്നെ പറഞ്ഞു ഇതിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സർഫസ് ഏരിയനെയാണ്. അതിന്റെ പാർട്ടിക്കിൾസ് കമ്പോസിഷനേക്കാൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് സർഫസ് ഏരിയനെയാന്ന് പറഞ്ഞു. ആൻഡ് സർഫസ് ഏരിയ കുറയുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ആറ്റംസ് ഓക്കുപ്പൈയിങ് ഓൺ ദ സർഫസ് ഇൻക്രീസസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് റിയാക്ടിവിറ്റി കൂടുതലാണ്. ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ എന്താ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡയമെൻഷൻ പറഞ്ഞു. 0 ഡയമെൻഷനിൽ എല്ലാ നാനോമെട്രിക് ഡയമെൻഷനിലാണ്, എല്ലാ സ്കെയിലും നാനോമെട്രിക് ഡയമെൻഷനിലാണ് ഇരിക്കുന്നത്. ആൻഡ് 1 ഡയമെൻഷനിൽ ഒരു ഡയമെൻഷൻ മാത്രം നാനോമെട്രിക് സ്കെയിലിന് വെളിയിലും, 2 ഡയമെൻഷനിൽ രണ്ട് ഡയമെൻഷൻ നാനോമെട്രിക് സ്കെയിലിന് വെളിയിലും, 3 ഡയമെൻഷനിൽ 3 നാനോമെട്രിക് സ്കെയിലിന് വെളിയിലും, അതായത് 3ഉം വെളിയിലാണ്. എക്സാമ്പിൾസ് പറഞ്ഞു. ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് ആണ്. ഇവിടെ കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ് ആണ്. ഫ്രം ദ നെയിം വി ക്യാൻ ഐഡന്റിഫൈ ദാറ്റ് പ്യുവർ കാർബൺ വെച്ചിട്ടാണ് അത് നിർമ്മിച്ചേക്കുന്നത്. മെറ്റൽ ബേസ്ഡ് നമുക്കറിയാം, മെറ്റാലിക് കാർബൺ നാനോ മെറ്റീരിയൽസ് വെച്ച്. നാനോ കോമ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ കോമ്പോസിറ്റ്സ് എന്ന് പറയുന്ന നെയിമിൽ നിന്ന് വ്യക്തമാണ്. ഇറ്റ്സ് എ കോമ്പോസിഷൻ ഓഫ് 2 പാർട്ടിക്കിൾസ്. അതായത് നാനോ മെറ്റീരിയൽസ് ഒരു ബൾക്ക് മെറ്റീരിയലിലേക്ക് മിക്സ് ചെയ്ത് നാനോ കോമ്പോസിറ്റ്സ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഇൻക്രീസ് ടു മേക്ക് ഇറ്റ് ദ ഫിസിക്കൽ കെമിക്കൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മെറ്റീരിയൽ ബെറ്റർ ആക്കാനും ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
Nanopolymers or dedrimers meaning branch like structure, tree like structure ആണ്. അപ്പോൾ അവർക്ക് ഒരു cavity ഉണ്ട്. ആ ക്യാവിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുപോയി moleculesനെ ഹൈഡ് ചെയ്ത് അല്ലെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡ്രഗ് ഡെലിവറി. മെയിൻ ഫംഗ്ഷൻ ആണ് അത് ഡ്രഗ് ഡെലിവറി. ഫോർത്ത് വൺ നമ്മൾ പറഞ്ഞു ബയോളജിക്കൽ നാനോ മെറ്റീരിയൽസ്. ബയോളജിക്കൽ ഒറിജിൻ ആണുള്ളത്. അവർക്ക് രണ്ട് ഫീച്ചേഴ്സ് ആണുള്ളത്. സ്പെസിഫിക്കലി സെൽഫ് അസംബ്ലി പ്രോപ്പർട്ടീസും സ്പെസിഫിക് മോളിക്കുലർ റെക്കഗ്നീഷനും ആണ് ഉള്ളത്. എക്സാമ്പിൾസും പറഞ്ഞു. So with this we are winding up this video. Thank you.